ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോൾ ഊർമിളാണ്ടി ഇരുന്ന് കുത്തി വരയ്ക്കുന്നതാണ് ഇതോ? ഇതാണ് ഊർമിള ചേച്ചിയുടെ എന്നല്ല എല്ലാ സ്ത്രീകളുടെയും ലോകം. ഇതൊക്കെ എൻ്റെ കിളി വീടുകളാണ് കേട്ടോ. ഒരാൾ പുറത്ത് പോയിരിക്കും, വന്നിട്ടേ കഴിക്കൂ, ഹസ്ബൻഡ് വരാതെ ഞാൻ ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ ഒരു പരിപാടി വിശക്കണേന്ന് വെച്ചാൽ അവരിരുന്ന് കഴിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ടെമ്പിൾ സ്റ്റെപ്സ്. എനിക്ക് മണ്ടിയാണ്, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കണക്ക് കൂട്ടണമെങ്കിൽ വിരൽ വേണം, 5, 3, 8 എന്നും പിന്നെ ഇവിടെ എണ്ണണം. അത്ര മോശം മാത്സില്. എന്റെ കുട്ടിക്കാലത്തെ ചിലങ്കയാണ്. 150 കൊല്ലം പഴക്കമുണ്ട് വീണയ്ക്ക്. 150 കൊല്ലം? ഞാനും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ജോലിക്കാർക്കൊക്കെ ഞാൻ പെർഫ്യൂം എന്റെ വീട്ടിൽ എപ്പോഴും മണം ഉണ്ടാവണം. ഇവിടുത്തെ ഞങ്ങളുടെ കോളിംഗ് ബെല്ലാണ്. എന്റെ ഉണ്ണിയേട്ടൻ എന്നെ പഠിപ്പിച്ചെന്നിട്ടുള്ളത്, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. എല്ലാം ഓർമ്മകളാണ്, പെർഫ്യൂമും ഓർമ്മയാണ്. ചിലർ വന്നു പോയാൽ നമ്മൾക്ക് അവരുടെ സാമീപ്യം എങ്ങനെയാണ്, ആ മണം കൊണ്ടാണ് നമ്മളെ അറിയുന്നത്. കാപ്പിയുടെ മണമെന്ന് എനിക്ക് എൻ്റെ ചേച്ചി ഓർമ്മ വരിക. ചേച്ചി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടോ, നന്നായിരുന്നു, അടിപൊളി. അപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമ നല്ലതാന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമാണ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഇനി ഇവിടെ ഒന്നുമില്ല, എൻ്റെ സ്വർഗമല്ലേ. കേറി വരുമ്പോ തന്നെ ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പിക്ചർ കാണാം. ഇതും ഗണപതിയാണ്. ഗണേശിനി, വിഘ്നേശ്വരി, ലംബോദരി അങ്ങനെയൊക്കെ പറയും. അത് ഗണപതിയുടെ സ്ത്രീ രൂപമാണ്. അധികം കാണാത്തൊരു ഇതാണ്. പക്ഷെ ഇത് മങ്ങിയിട്ട് പിക്ചർ ഗുരുവായൂരുള്ള ഈ സ്കൂളിൽ നിന്ന്, മ്യൂറൽ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അദ്ദേഹം മരിച്ചുപോയി, ആ വരച്ച കൃഷ്ണൻ നമ്പൂരി. ഇപ്പോൾ ഈ പടം മങ്ങിയിട്ടും അത് പുതുക്കാത്ത എന്താന്ന് വെച്ചാൽ ആ പിക്ചറിന്റെ ഇത് പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്, ഇലച്ചാർത്തും ഒക്കെ കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇത് ഒറിജിനൽ ഇതാണ്, മ്യൂറലാണ്. അല്ലാണ്ട് വാട്ടർ കളറോ മറ്റേ ആക്രിലിക്കോ ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത് പോണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എത്ര വർഷമായി ചേച്ചി? വർഷം 50 വർഷമായി ഉണ്ടാവും. 50 വർഷം? എന്തായാലും ആയിട്ടുണ്ട്. ഞാനതിങ്ങനെ മങ്ങി ഇത്രയായി, സ്ത്രീ രൂപമല്ലേ, അപ്പൊ ഇത്രയും എനിക്കത് പുതുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആക്രിലിക് ഉപയോഗിച്ച് ആരെങ്കിലും പുതുക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ടേബിളും ഇതും ഒരുപാട് വർഷം പഴക്കമുള്ള ഉത്തരയുടെ പ്രായമുണ്ട്. ഉത്തരക്ക് ഞാൻ സ്റ്റഡി ടേബിൾ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തത്. സ്റ്റഡി ടേബിൾ ആണിത്? അതെ, അത് മുഴുവൻ ബുക്സ് ആയിരുന്നു. ഇവിടെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത് തുറന്നു വെച്ച്. സ്കൂളൊക്കെ പഠിക്കുമ്പോ ഇവിടെ തന്നെയല്ലേ? അതെ, ഇവിടെ ഇരുന്നിട്ടായിരുന്നു പഠിക്കുന്നത്. അത് കഴിഞ്ഞ നമ്മുടെ ധീമഹിയുടെ ഫോട്ടോ ആണുള്ളത്. ഈ ധീമഹി ശരിക്കും ഒരു പേരിടാനുള്ള കാരണം എന്താ? ഉത്തരനെ കണ്ടുപിടിച്ച പേരാണ് ധീമഹി എന്ന് വെച്ചാൽ. നമ്മള് എല്ലാ ഗായത്രി മന്ത്രങ്ങളിലും വരും ഭർഗോദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാത്തെന്ന് വരും. ഓം തത് സവിതുർവരേണ്യം അങ്ങനെയാണല്ലോ. ആ ധീമഹി എന്നാണ്, അതായത് നിന്നെ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നാണ് ധീമഹി എന്ന് വരുന്നത്. ഇവിടെ ഫുൾ ഇത് നല്ല രസമുണ്ട്, ആളുടെ ഒരു കാലിന്റെ ഒരു ഇത് വെച്ചിട്ട്. ഓക്കെ, ഇത് ഊർമിള ചേച്ചി, ഉണ്ണി ചേട്ടനും ഉള്ളത്. അതേപോലെ ഈ ഒരു ഫോട്ടോ നമ്മൾ സൂം ചെയ്ത് തന്നെ എടുക്കണമെങ്കിൽ എത്ര വർഷം മുമ്പുള്ള ഫോട്ടോ? ഇതില് 1 വയസ്സുണ്ടാവില്ലേ? ഒത്തിരക്ക് 1 വയസ്സുണ്ടാവും. ഓക്കെ, അപ്പൊ അത്രയും വർഷം മുമ്പുള്ള ഫോട്ടോ ആണല്ലേ. ഇത് എവിടെ വെച്ചെടുത്തതാ? ഇത് എന്റെ വീട്ടില് വെച്ചെടുത്തതാ. ഓക്കെ, അതിപ്പോ വരുമ്പോ തന്നെ നമുക്ക് സന്തോഷമുള്ള കുറച്ച് ഫോട്ടോസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇനി വരുമ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഡൈനിങ് ഏരിയ ആണ് ഒരു ഫാമിലി ഡിസിഷൻ എടുക്കുന്ന ഒരു ഏരിയ. ഇപ്പൊ നിങ്ങളുടെ ഒരു ഡിസിഷൻസ് ഒക്കെ ഇത് പറയാറുള്ളതാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ സ്നേഹം അവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഒരു കുടുംബത്തിന്റെ സ്നേഹം ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുമ്പോഴാണ്. പക്ഷെ എൻ്റെ ഉണ്ണിയേട്ടൻ എന്നെ പഠിപ്പിച്ചെന്നിട്ടുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്നതിലും അല്ലെങ്കിൽ ടാറ്റ പോകുന്നതിലൊന്നും അല്ല. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അതാണ് ഫാമിലി. നമ്മൾ ഇപ്പൊ തന്നെ കാണിച്ചില്ലേ, എൻ്റെ റൂം എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ റൂം എന്നല്ല പറഞ്ഞത്. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ബെഡ്റൂമാണ്. ഇത് ഉണ്ണിയേട്ടൻ്റെ ബെഡ്റൂമാണ്, ഇത് ഉത്തരയുടെ ബെഡ്റൂമാണ്. ഒക്കെ വ്യക്തിത്വങ്ങളാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ്റൂം. 3 വ്യക്തികളാണ് എന്ന് വെച്ച ഒരു കാര്യം, ഒരു സംഭവം, നമുക്കൊരു സന്തോഷം വരുമ്പോൾ, ഈ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ 3 പേരും ഒറ്റക്കെട്ടായിരിക്കും ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ, ഈശ്വരാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടലുകളിലോ
ഫോട്ടോ ഒന്നും അല്ല. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ വരികയില്ല. ഞാൻ ഉണ്ണിയായിട്ട് കൊണ്ട് നല്ല വഴക്കായിരിക്കും. അടിപിടി കൂടിയിട്ട് പോവാൻ നേരത്ത് പറയും പുറത്തേക്ക് പോകണം, എന്നാൽ കുറച്ച് തൈര് വാങ്ങിച്ചോളൂ, കഴിഞ്ഞു വഴക്കവിടെ. അത്രേ ഉള്ളു കാര്യം. അപ്പൊ ഞാൻ ഒരു ആവശ്യം വരുമ്പോ നമ്മള് ഒറ്റക്കെട്ടായിരിക്കും. അതാണ് ഫാമിലി. ഇത്രയും കാലം കൊണ്ട് അനുഭവം കൊണ്ട് മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചി പറഞ്ഞത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് പോകുന്നുള്ള ഒരു ഡിസ്കഷൻ വരും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അത് ഉത്തരയ്ക്കും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. ഉത്തരയുടെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അതിനോട് യോജിക്കുന്നുണ്ട്. അത് ആക്ച്വലി അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഒരു സ്പേസ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു ഫുൾ ഒരു ലോങ് ടൈം ആണ് കഴിക്കാൻ ഇരിക്കില്ല എന്നല്ല, പറ്റുമെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഇരിക്കും. ഒരാൾ പുറത്ത് പോയിരിക്കാൻ വന്നിട്ടേ കഴിക്കൂ, ഹസ്ബൻഡ് വരാതെ ഞാൻ ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ ഒരു പരിപാടി. വിശക്കണേന്ന് വെച്ചാൽ അവരിരുന്ന് കഴിക്കും. അതിനൊന്നും ഒരു പരിഭവമോ പിണക്കോ ഒന്നുമില്ല. അതിലൊന്നും നല്ല കാര്യം. അതെ, അതാണ് എക്സാക്ട്ലി അതിലല്ല കാര്യം. ഇതെന്താ ചേച്ചി ഇത്? അത് ചൂടും അറിയാൻ പുറത്തെ കാലാവസ്ഥയുടെ ഇത് അറിയാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാണല്ലേ. ഇതിപ്പോ ശരിയായിരിക്കും. സെൽഷ്യസ് എല്ലാം അറിയാൻ പറ്റും നമുക്ക്. എത്ര അവിടെ എത്ര ചൂടുണ്ട് തണുപ്പുണ്ടെന്നുള്ളതൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഇവിടെ AC ഇടുന്നോണ്ട് ചിലപ്പോൾ തണുപ്പുണ്ടാവും. പുറത്തപ്പോ പോകണ്ട അല്ലെ, നമുക്ക് ഇവിടെ വെച്ച് അറിയാൻ പറ്റും. കറക്റ്റ് അറിയാൻ പറ്റും. അതെ. ഇപ്പൊ ഇവിടെ നമ്മളൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് പ്രദോഷമൂർത്തി എന്നാണ് പറയുക. അതായത് തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തില് വടക്കുന്നാഥന്റെ നൃത്തമൂർത്തിയുടെ പടം വരച്ച് സെയിം പിക്ചറാണ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ പിക്ചറാണ്, അതായത് നർത്തകിമാര് പ്രാർത്ഥിക്കേണ്ട രൂപമാണ്. ഡാൻസേഴ്സ് ആയിട്ടുള്ളവര് ശിവനെ ഈ രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രദോഷമൂർത്തി എന്ന് മ്യൂറലുകാർ പറയും, നൃത്തമൂർത്തി എന്ന് ഡാൻസ് പഠിക്കുന്നവർ പറയും. ഇതും ഒറിജിനൽ ആണ് കേട്ടോ. ആക്രലിക്കും അങ്ങനത്തെ ഒന്നല്ല, പൊടികളും പച്ചലയൊക്കെ ഉപയോഗിച്ച് വരച്ച മഞ്ഞപ്പൊടി അതൊക്കെ ഒറിജിനൽ മ്യൂറലിന്റെ. ഇതും കുറെ വർഷം ഇത്ര വർഷപ്പഴക്കമുണ്ട് രണ്ടിനും. പക്ഷെ എനിക്കറിയില്ല, ഇത് അത്ര മങ്ങിയിട്ടില്ല. ഇല്ല ഇത് ഒട്ടും മങ്ങിയിട്ടില്ല. പണ്ടത്തെ അമ്പലങ്ങളിലൊക്കെ ഇതൊക്കെയാണ് വരച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഊർമിള ചേച്ചിയുടെ ഒരു ലോകം കണ്ടു, ഇനി മറ്റൊരു ലോകത്തിലേക്ക് നമുക്ക് പോവാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് യൂസ് പെർഫ്യൂം വേൾഡ് അല്ലേ, ഊർമിള ഉണ്ണീസ് പെർഫ്യൂം വേൾഡ്. ഇതിലിപ്പോ നമ്മൾ 3 സംഭവങ്ങളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നാഗവല്ലി, വർഷഗന്ധി, പിന്നെ വർഷഗന്ധിയുടെ തൈലം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ബോട്ടിലാണ്. നമ്മള് മുഴുവൻ കൊറിയർ അയക്കല്ലേ, അല്ലാണ്ട് കടയിൽ വെച്ച് വിൽക്കുന്നതല്ലോ. അപ്പൊ ഇത് ചിലപ്പോ പ്രശ്നം വരും. അങ്ങനെ ഒരു പ്രശ്നം ഗ്ലാസ് അല്ലേ, പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നല്ല രസമായിട്ട് ആ കുപ്പിയുടെ ഭംഗി കണ്ടിട്ട് ആ തൈല ഇറക്കിയതല്ലേ. അതെ, ഇപ്പൊ വശ്യഗന്ധി എന്ന് പറയുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്ത് പിന്നെ ഇത് നമ്മള് ലോഞ്ച് ചെയ്ത പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് അത്രയും വൈറലായ ഒരു പെർഫ്യൂം ആയിരുന്നു ഇത്. അതിപ്പോ നാഗവല്ലിയും അതേപോലെ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സ്മെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് സ്മെല്ലല്ല, ഈ പെർഫ്യൂംസ് ഒക്കെ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്മെല്ല് കൊണ്ട് ഒരു ഓൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. നമുക്ക് ഒരു പ്ലേസ് അല്ലെങ്കിൽ അതൊരു ഓർമ്മയാണ്. ഞാൻ ഇപ്പൊ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചേച്ചിക്ക് സത്യം പറഞ്ഞ ഈ ഒരു പെർഫ്യൂമിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയോ? എന്ന് വെച്ചാൽ ആരായിരിക്കും ഉത്ഭവം എന്ന് പറഞ്ഞാൽ പെർഫ്യൂം കണ്ടുപിടിച്ച ആള് തപ്പൂട്ടി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അതേതോ മെസപ്പൊട്ടോമിയനോ ഏതോ ഒരു നാട്ടിലുള്ള ആളാണ്. അയാളാണ് ഈ തപ്പൂട്ടി. അയാളാണ് ആദ്യമായിട്ട് പെർഫ്യൂം കണ്ടുപിടിച്ചത്. എന്നാൽ അതേസമയം നമ്മൾ വിചാരിക്കും പൂജകൾക്കൊക്കെ നമ്മൾ ചന്ദനത്തിരി മണമുള്ള സാധനങ്ങൾ ഭഗവാന് സമർപ്പിക്കുമല്ലോ. അപ്പോഴും മണം കൊടുത്തിട്ടാണ് ഭഗവാനെ വരെ മണിയടിച്ച് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അത് നമ്മളല്ല തുടങ്ങിയത്, ഈജിപ്തുകാരാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ പുകയും ഇതൊക്കെ. ശരിക്കും ഈ പെർഫ്യൂം എന്നുള്ളത് ലാറ്റിൻ വേർഡാണ്, അത് ധൂമം എന്നുള്ള വാക്കാണ് പെർഫ്യൂം എന്നുള്ളത്. അതിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായത് തന്നെ. അതുപോലെ പാട്ര കേട്ടിട്ടില്ലേ, നമ്മുടെ ക്ലിയോപാട്രയുടെ പെർഫ്യൂമാണ്. അതുപോലെ കരകല്ല എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് 3-4 മണിക്കൂർ കുളിക്കുന്നത്രേ. അയാളുടെ കുളിയിൽ ഒരു 1.5 ഗാലൺ പെർഫ്യൂം ഉപയോഗിച്ചിട്ടാണ് അയാൾ കുളിക്കുക. അയാളുടെ വീട്ടിലുള്ള അംഗങ്ങൾ
പരിചാരകര് എല്ലാവരും പെർഫ്യൂം ഉപയോഗിച്ചോളണമെന്ന് നിർബന്ധമാണ്. ഞാനും അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ജോലിക്കാർക്കൊക്കെ ഞാൻ പെർഫ്യൂം എൻ്റെ വീട്ടിൽ എപ്പോഴും മണം ഉണ്ടാവണം. അതെ, ഞാൻ കാരകളുടെ ചക്രവർത്തിയൊക്കെ ഒപ്പയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണല്ലേ നമ്മുടെ പാക്കിംഗ് ഒക്കെ വരുന്നത്. ഈ ഒരു പാക്കിംഗ്, പിന്നെ ഒരു കവറുണ്ട്. ആ കവറിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോട്ടോയും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ചേച്ചിയുടെ പണ്ടത്തെ. എനിക്ക് തോന്നുന്നു അപരിചിതൻ മൂവിയില് ചേച്ചിയുടെ ഒരു ലുക്ക്, ആ ഒരു ലുക്ക് ഇപ്പോഴും എല്ലാവർക്കും എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് സർഗം മൂവി ഓഫ് കോഴ്സ് ഇപ്പോഴും ആളുകള് ഇപ്പോഴും ഓർക്കുന്ന ഒരു മൂവി ആണെങ്കിലും അതേപോലെ തന്നെ ഈ അപരിചിതനില് ആ കുറച്ച് സീൻ ഉള്ളെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ഉള്ളില് ഓർക്കുന്ന ഒരു വിഷ്വലാണ് ചേച്ചിയുടെ ആ ഒരു ഫേസും ചേച്ചിയുടെ ആ ഒരു എന്താ പറയാ ഒരു ആക്ഷൻസ്, ആ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കിപ്പോ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ അതാ ഓർമ്മ വന്നത്. ഇതൊക്കെ ഓർക്കുമ്പോ പണ്ടത്തെ കാലമൊക്കെ ആലോചിക്കാറുണ്ട്. എപ്പോഴും ഓർക്കാറുണ്ട്. നമുക്ക് ഈ എഴുത്തും ഇതൊക്കെ ഇതിൽ തന്നെയാണ്, ഓർമ്മയിൽ തന്നെയാണ്. എല്ലാം ഓർമ്മകളാണ്. പെർഫ്യൂമും ഓർമ്മയാണ് അല്ലേ? പെർഫ്യൂം പറയുന്നത് തന്നെ ഒരു ഓർമ്മയാണ്. അതെ, ചില ആൾക്കാര് മണങ്ങള്, ചിലര് വന്നു പോയാൽ നമ്മൾക്ക് അവരുടെ സാമീപ്യം എങ്ങനെയാണ്, ആ മണം കൊണ്ടാണ് നമ്മളെ അറിയുന്നത്. അതെ അതെ അതെ, ഒരു സ്മെല്ല് കൊണ്ട് നമുക്കൊരു ഓർമ്മ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ നാഗവല്ലിയുടെ പെർഫ്യൂം അടിച്ചപ്പോ മണിച്ചിത്രത്താഴ് മൂവി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. എന്റെ കാപ്പിയുടെ മണം വന്ന് എനിക്ക് എന്റെ ചേച്ചി ഓർമ്മ വരിക. ചേച്ചി എന്നും കാപ്പി കുടിക്കുമായിരുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, ഈ മാഡം ഈ മണം ആദ്യം കിട്ടുന്ന മണം പിന്നീട് കിട്ടുന്നില്ല എന്ന് പറയില്ലേ? നമുക്കൊക്കെ തോന്നാറുണ്ട്. ചില പെർഫ്യൂം ആദ്യം അടിക്കുമ്പോൾ നല്ല മണം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കും എനിക്ക് അതിൻ്റെ മണം കിട്ടുന്നില്ല എന്ന്. അത് മണം കിട്ടാത്തതല്ല, നമുക്ക് ശീലമാവുന്നതാണ്. മണത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പെർഫ്യൂമിന് എപ്പോഴും നമ്മൾ ഒരു കടയിൽ ചെന്ന് പെർഫ്യൂം വാങ്ങാൻ നിന്നാൽ നമുക്ക് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ അതിനപ്പുറം നമുക്ക് വാങ്ങാൻ പറ്റില്ല. മണം ഒന്നാവും. എല്ലാം കൂടെ ഒരു മണമായിട്ട് നമ്മൾ അയ്യോ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി, അതാണോ എനിക്ക് ഇഷ്ടമായത്, മറന്നുപോയി, അങ്ങനെയൊക്കെ ആവും. അതാണ് മണം. ഈ ബ്രെയിനും മൂക്കും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഒരു പ്രശ്നമാണെന്ന്. അതേതാ ഒരു വലിയ അറബി എനിക്ക് പഠിപ്പിച്ചു തന്നെ ഇതൊക്കെ. അയാൾ പറയണത് കാപ്പിക്ക് മാത്രമേ ഉള്ളൂ അത്രേ. ഈ കാപ്പിക്കുരു നമ്മൾ മണപ്പിക്കുമല്ലോ കടയിൽ പോകുമ്പോൾ, മണത്ത് നോക്കിക്കോളൂ, അപ്പം അടുത്ത മണം കിട്ടും എന്ന് പറയില്ലേ? നമുക്ക് എന്നും രാവിലെ കാപ്പി കുടിച്ചാലും കാപ്പിയുടെ മണം കിട്ടും. അതെ, ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല കാപ്പി അയ്യോ ഇതിന് മണം ഇല്ലാത്ത കാപ്പി എന്ന് പറയില്ല. ഇന്ന് കാപ്പി കുടിച്ചാൽ നാളെയും കാപ്പി കുടിക്കുമ്പോൾ അതേ മണം കിട്ടും. അതേസമയം പെർഫ്യൂം നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നാളെ ഉപയോഗിച്ച് മറ്റന്നാളാകുമ്പോഴത്തേക്ക് ഇതിന്റെ മണം പോയിതാ തോന്നുന്നു. അവര് പറ്റിക്കുക, അതല്ല, ആരും പറ്റിക്കുന്നതല്ല, നമുക്ക് ശീലാവാണ്. പിന്നെ ഈ എനിക്ക് ഓർമ്മയുണ്ട്, ചേച്ചി പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമേഷനായിട്ടുള്ള ഇന്റർവ്യൂലാണ്, എനിക്ക് ഈ വശ്യഗന്ധി എല്ലാവർക്കും സെയിൽ ചെയ്യാൻ താല്പര്യമില്ല, എന്നെ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ എനിക്ക് പറ്റുവാണെങ്കിൽ കൊടുക്കാം. ലൈക്ക് എനിക്ക് ഭയങ്കര പൊസസീവ്നെസ് ഉണ്ടെന്ന് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. വേറൊരു മണവും ഇല്ല. വശ്യഗന്ധി എനിക്ക് ആർക്കും കൊടുക്കാറില്ല, അത് എൻ്റെ ഒരു മണമാണ്, ഞാൻ കണ്ടുപിടിച്ചതാണ്, എൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ നല്ല സെയിലായി, ധാരാളം ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഞാൻ ഇപ്പൊ കുഴപ്പമില്ല, എന്റെ വശ്യഗന്ധി നിങ്ങൾക്കും എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ഉത്തരയുടെ റൂം, ഇതാണ് ഉണ്ണിച്ചേട്ടന്റെ റൂം. നേരത്തെ പറഞ്ഞ പോലെ 3 പേർക്ക് 3 ഇൻഡിവിജ്വൽ റൂംസ്. ഇപ്പൊ അവരില്ലാത്ത സ്ഥിതിക്ക് അപ്പൊ നമുക്ക് റൂമിലേക്ക് ഇപ്പൊ പോവണ്ട. അപ്പൊ അതുപോലെ ഒരു കിച്ചൺ, അവിടെയാണ് കിച്ചൺ ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ. എന്നാലും ഞാൻ ഉത്തരയുടെ ഡാൻസ് ക്ലാസ് കാണിച്ചു തരാം. ഓഫ് കോഴ്സ് നമുക്ക് കാണിച്ചു തരാം അല്ലെ? എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇതിനു മുമ്പ് മെൻഷൻ ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഫേവറേറ്റ് സ്ഥലമായിരിക്കും അല്ലെ? ഇഷ്ടമുള്ള സ്ഥലമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ വഴി നമുക്ക് കിച്ചണും കൂടി ഒന്ന് കാണാം. അപ്പൊ ഇതാണ് ചേച്ചിയുടെ എന്നല്ല, എല്ലാ സ്ത്രീകളുടെയും ലോകം. നമ്മൾ പറഞ്ഞ പോലെ സ്വപ്നം കാണുന്നതും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഈ അടുക്കളയിലാണ് വരുന്നത് അല്ലെ? ഇപ്പൊ ഈ അടുക്കളയിലാണെങ്കിലും ഉർമിള ചേച്ചിയുടെ ഒരു ആർട്ട് വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. കബോർഡ്സിൽ ഫുള്ള് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ കബോർഡ്സ് അല്ല വെച്ചിരിക്കുന്നത് അല്ലെ? അത് അങ്ങനെ ഒരു ചിത്രകല വേണമല്ലോ എനിക്ക്. ചിത്രകല ഇല്ലാട്ടോ പറ്റില്ല. എന്റെ ഈ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടോ, അങ്ങനെ വെച്ചതാണ്. അതെ, അപ്പൊ നമ്മൾ അടുക്കളയിൽ വന്നാലും നമ്മൾ ഇതുപോലെ ആർട്ട് കണ്ടുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അതെ, അത് പറഞ്ഞപ്പോഴാണ് ഉർമിള ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു റെസിപ്പി കണ്ടേ പിന്നാണ് ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ഫാൻ ആയത്. അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മിക്കവരും ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഇത്രയും ഒരു ഫാൻ ബേസ് വന്നത്. എനിക്കതിപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഏത് എയർപോർട്ടിൽ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ഒക്കെ ആൾക്കാർ
മേഴ്സിക്കുട്ടി ചേച്ചി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കി കേട്ടോ, നന്നായിരുന്നു, അടിപൊളി. അപ്പൊ എനിക്ക് എന്ത് സന്തോഷമായി. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമ നല്ലതാന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഈ അടുക്കളയാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞ പോലെ മാമ്പഴ പുളിശ്ശേരി നല്ലതാന്ന് പറയും, ഭയങ്കര സന്തോഷം. എത്ര പേര് അത് ഇഷ്ടപ്പെട്ടു. അതെ, അത് ചേച്ചി ആ പറയുന്നത് തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് ഒരുപാട് പേർക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇവിടെ വരുമ്പോ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ, ഏറ്റവും ഇഷ്ടം ഏതാ കുക്ക് ചെയ്യാൻ? ഉണ്ണിയേട്ടന് ഏറ്റവും ഇഷ്ടം സാമ്പാറും ഉരുളക്കിഴങ്ങും പേരി. അപ്പൊ അതന്നെ ഇവിടെ വെജാണ്. വെജാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, വീട്ടില് വെജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലേ? അതെ, കൂടുതലും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മുകളിലോട്ട് പോവാം അല്ലേ? അപ്പൊ നമുക്ക് ടെമ്പിൾ സ്റ്റെപ്സിലേക്ക് പോവാം. ഡാൻസ് ക്ലാസ്സിലേക്ക് അല്ലേ? സൈഡിൽ കൂടെ ആണല്ലേ നമ്മള് മുകളിലോട്ട് വഴി. ഇതൊക്കെ എന്റെ കിളി വീടുകളാണ് കേട്ടോ. ഓക്കേ, നോക്കി എത്ര കിളിക്കൂടുകളാന്ന് നോക്കി. കിളിക്കൂട്. അതെ, ഇപ്പറയാണെങ്കിൽ കുറെ ചെടികളും ഉണ്ടല്ലേ? കിളിക്കൂട്, ഇതെല്ലാം ചെടികൾ. കിളികൾക്ക് ഇവിടെ ഒന്ന് വന്നാ മതി, ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഫുഡും ആൾക്കാരുണ്ട്. കിളിക്കൂട്, കിളികള്. ഇനി ആ പിക്ചർ ഞാൻ വരച്ചതാണ് കേട്ടോ മോളെ. ഈ പിക്ചർ ഞാൻ വരച്ചതാണ്. ഇതൊരു സിംഗിൾ ലൈൻ നടരാജനാ കണ്ടോ. ഇവിടുന്ന് തുടങ്ങിയ ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് അവസാനിക്കും. സിംഗിൾ ലൈൻ നടരാജൻ അങ്ങനെ ചെയ്തതാണല്ലേ? ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇതാണ് നമ്മളുടെ ടെമ്പിൾ സ്റ്റെപ്സ്. അവിടെയും കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരു ആർട്ട് വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരു പിക്ചറാന്ന് പറയും. കാരണം ഊർമിള ചേച്ചി ഉത്തര ഡാൻസ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു പിക്ചറാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരേനെ, ഷീ ഈസ് ഓൾസോ ആൻ ആക്ട്രസ് ആൻഡ് ഡാൻസർ. അപ്പോൾ ആളുടെ കുറച്ച് ഫോട്ടോസാണ്. ഇത് കഴിഞ്ഞ് നേരെ വരുമ്പോഴാണ് നമ്മളുടെ ടെമ്പിൾ സ്റ്റെപ്സിന്റെ ലോകം അല്ലേ ഊർമിള ചേച്ചി? ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് വേൾഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളുടെ ഡാൻസ് ക്ലാസ്. ഓക്കെ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഫുൾ സ്പേസോട് കൂടി കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടേക്ക് വരുമ്പോഴാണെങ്കിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതില് ചിലങ്കകളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഈ ചിലങ്കയ്ക്കൊക്കെ ഒരുപാട് കഥയുണ്ട് കേട്ടോ. ഈ ചിലങ്കകൾക്ക് എന്റെ കുട്ടിക്കാലത്തെ ചിലങ്കയാണ്. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ടോ. പക്ഷെ പഴയതായി ഒത്തിരി വർഷം പഴക്കമുള്ള ചിലങ്ക. പിന്നെ മറ്റേ ചിലങ്ക ഒരെണ്ണം കാണാനില്ല. കാരണം ഉത്തര കുഞ്ഞായിരിക്കുമ്പോഴത്തേ ഉള്ള ഒരു ചിലങ്കയുണ്ട്. ഇതൊരു ഉത്തരയ്ക്ക് ഒരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തെ. പിന്നെ ഇത് ഉത്തര ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തിയപ്പോഴത്തെ ചിലങ്ക. ഇതിപ്പോ ഉത്തര ഇപ്പൊ യൂസ് ചെയ്യുന്ന ചിലങ്ക. അപ്പൊ പണ്ട് തൊട്ട് ഇപ്പൊ വരെയുള്ള ചിലങ്കകൾ ഇവിടെ ഉണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. നമ്മള് ശ്രീ പാർവതിയുടെ പാദമാണിത്. ഓക്കെ, അതിന്റെ മുകളിലായിട്ട് നമ്മള് 2 ഫോട്ടോസും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയ. കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് വീണ. ആണ് 150 കൊല്ലം പഴക്കമുണ്ട് വീണയ്ക്ക്. 150 കൊല്ലം. ഉണ്ണിയുടെ മുത്തശ്ശിയുടെ വീണയാണ്. അതിൻ്റെ ഇടയിൽ അത് കുറച്ചൊന്ന് കേടൊക്കെ വന്നപ്പോൾ ഒന്ന് പുതുക്കിയതാണ്. ഇതൊക്കെ ഗോൾഡ് കളറൊക്കെ ആക്കിയത്. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് വീണയാ കണ്ടോ, ഇത്ര പഴയതാണോ. ചേച്ചി ഇപ്പൊ വീണ വായിക്കാറുണ്ടോ? ഞാൻ ഇപ്പൊ വായിക്കാറില്ല. ആണല്ലേ? മോഹത്തിനടുത്ത് ഇടയ്ക്ക് ഒന്ന് ടും ടും വായിക്കാറില്ല, വീണ കൊട്ടും. ഇപ്പൊ പണ്ട് വീണ വായിക്കുമായിരുന്നു, ഇപ്പൊ വീണ കൊട്ടും. ഓക്കെ, ഇവിടേക്ക് വരുമ്പോ ഞങ്ങളുടെ പൂജ ഇവിടത്തെ പൂജ ഏരിയ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇത് അതൊരു കിച്ചണാണ്. ഇത് ഇവിടെ താമസിക്കുന്നവർക്ക്, ടീച്ചേഴ്സ് ഒക്കെ വന്ന് താമസിക്കും, അവർക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ്. ഇവിടെ പിന്നെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഈ ഒരു ക്ലോക്ക്, ആ ക്ലോക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് വാങ്ങിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതാ ഇതൊക്കെ. എന്നിട്ട് അതെങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് ക്ലോക്ക് ആക്കി മാറ്റിയതാണ്. ഉത്തരയുടെ ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ആണ്. ഫോട്ടോ വെച്ചിട്ട് അല്ലേ? ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഇത് നമുക്ക് അതെ പണ്ടത്തെ കാലത്തെ ചെയറാണ്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ടോയ്ലറ്റ്. ഇതാണ് ടീച്ചേഴ്സിനുള്ള ബാത്റൂം. അതെ, അതിന് മുമ്പായിട്ട് ബെഡ്റൂം. അതെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ കാണിക്കണം. കാരണം എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ കണ്ടിട്ടില്ല.
ഇത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള പണ്ടത്തെ നമ്മളുടെ വീടുകളില് കൊട്ടാരങ്ങളിലൊക്കെ സപ്രമഞ്ചം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നത് മാത്രമേ എനിക്കറിയാം. അങ്ങനെ റോൾ ചെയ്യും. ഇവിടെയൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇവിടെ എന്തായാലും സാധാരണ ഡാൻസ് ക്ലാസ്സിൽ കാണുന്ന പോലെ വലിയൊരു മിററും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോ ഒരു ടേബിൾ ഉണ്ട്, അതും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, അവിടെ ഇരുന്നു ഇത് കളർഫുൾ ആയിട്ടുള്ള ടേബിള്. ഇതില് അത് ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോ ഓർമ്മളി ഇരുന്ന് കുത്തി വരയ്ക്കുന്നതാണ് ഇതോ. ഓ, ഇതും ചേച്ചി തന്നെ ചെയ്തതാ? അതെ, ഒരു പഴയ മേശ അത്. അതേപോലെ ചുമ്മാ ഇങ്ങനെ വരച്ചു വെച്ചതാ. ഇത് നമ്മള് ഡാൻസ് കളിക്കുമ്പോ താളത്തിനാണ്. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്. അതെന്താ? അതിനെന്താന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മള് പറയാ കട്ടക്കുച്ചി എന്നാണ് ഇതിന്റെ പേര്. കട്ടക്കുച്ചി എന്നാണ് തമിഴിലുള്ള വാക്കാണ്. ഭരതനാട്യത്തിന് ഇതിടുമ്പോൾ താളമിടാൻ വേണ്ടിയിട്ട് കട്ടക്കുച്ചി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പിന്നെ ഇത് എന്റെ വക കലാപരിപാടി എല്ലാത്തിലും ഉണ്ടാവും. അതാണ് ഇവിടെ ടെമ്പിൾ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ മ്യൂറലിലുള്ള ഒരു രാക്ഷസിയാണ്. എന്താ രാക്ഷസിയെ വരച്ചിരിക്കുന്നത്? കൃഷ്ണനെയും ശിവനെയും ഒന്നും വരയ്ക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മുകളിലിട്ട് ദേഷ്യം വരുമ്പോ തട്ടുന്നതാണ്. അതുകൊണ്ട് ഇട്ട് അടിക്കാൻ പാടില്ല ഭഗവാന്മാരെ. അപ്പൊ നമ്മൾ രാക്ഷസിയെ വരച്ചാൽ നമുക്ക് അതിനിട്ട് അടിക്കുന്നതിന് പ്രശ്നമില്ല, ആർക്കും പരാതിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് കഥാപാത്രങ്ങളെയാണ് അടിക്കുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ കോളിംഗ് ബെല്ലാണ് ശരിക്കും പറഞ്ഞാൽ. അതും ഈ പറഞ്ഞ പോലെ വരച്ചതാണ് കേട്ടോ. മരം കുത്തിയാക്കി വരച്ചതാണ്. ഇതൊരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. മരം ചെയ്തു തരുന്ന ഒരാളെ കൊണ്ട് മരം കുത്തുമ്പോ നമുക്ക് പുറത്തുനിന്ന് മുട്ടണ പോലെ തോന്നും. ആരും അകത്തേക്ക് കയറി വരാൻ വേണ്ടി വാതിലിൽ മുട്ടുമ്പോ ഇങ്ങനെ ഇരിക്കും. ഈ ഐഡിയ ഒക്കെ എങ്ങനെയാ ചേച്ചി വരുന്നത്? ഇതൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ റൂം. ഇവിടെ ആക്ച്വലി എപ്പോഴും ആളുകൾ വന്ന് നിൽക്കാറുണ്ടോ? ഇത് ശരിക്കും ഗസ്റ്റ് റൂം തന്നെയാണ്, ഞങ്ങളാരും ഉപയോഗിക്കാറില്ല. ഇത് ടീച്ചേഴ്സ് ചിലർ ഉത്തരയുടെ അടുത്തുനിന്ന് ഐറ്റം പഠിക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ അവര് ഇവിടെയാണ് താമസിക്കുക. ഒരാഴ്ചയൊക്കെ വന്ന് താമസിക്കും. അതുപോലെ പുറത്തുനിന്നുള്ള കുട്ടികൾ, ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. ഇങ്ങനെ കുറെ 3-4 കൊല്ലമായിട്ട് പഠിക്കുന്നവര് അരങ്ങേറ്റത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഒരു 10 ദിവസമൊക്കെ ഇവിടെ അടുപ്പിച്ച് വന്ന് നിന്ന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പൊ രാവിലെ ഒരു 2-3 മണിക്കൂർ, ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൂർ, അങ്ങനെയൊക്കെയാ. നല്ല പീഡനമാണ്. അതിന് വേണ്ടിയുള്ള മുറിയാണ്. അതെ, അതിന് പറ്റിയൊരു റൂം തന്നെയാണ്. ലൈക്ക് ഇവിടെ ആണെങ്കിലും TV, AC, ഫാൻ എല്ലാം ഉണ്ട് അല്ലേ, അലമാരി എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഐറ്റം പഠിക്കാൻ വേണ്ടി വരും. മനസ്സിലായി. അപ്പോഴാണ് ഇതാണ് ഇനിയാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. ഇവിടെ ഒന്ന് വന്ന് ഇരുന്നാൽ തന്നെ ഒരു സമാധാനമാണ്. നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങളിലാണെങ്കിലും ഇവിടെ ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ കുറെയൊക്കെ സെറ്റ് ആവും. ഞാനൊന്ന് ഇവിടെ ഇരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ ഫുള്ള് പൂക്കള് ഒക്കെ വെച്ച് ഒരു പൂന്തോട്ടമാണ്. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു ഊഞ്ഞാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ ഒന്ന് ഇരുന്ന് ഒന്ന് അവിടേക്ക് നോക്കുമ്പോ നല്ലൊരു ഏരിയ അല്ലേ, ആണ്. അതെ, നല്ല ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ നോക്കുമ്പോ നമുക്ക് കായല് കാണാം അല്ലേ, കായലാണ്. അതെ, പിന്നെ ഈ മരങ്ങൾ ഞാൻ കുറച്ചൊന്നും മുറിക്കും, അല്ലാണ്ട് ശാഖകൾ ഇങ്ങോട്ട് വരുമ്പോഴേ സപ്പോട്ടയാണ് നിറച്ചുണ്ട്. സപ്പോട്ട ഉണ്ടായി നിൽക്കുന്നുണ്ടായില്ല, ഉണ്ടല്ലേ. മാങ്ങ ഉണ്ടില്ലേ, നിറച്ച് ആ മാവിലൊക്കെ മാങ്ങയുണ്ട്. അപ്പൊ ഒരു ചമ്മന്തി അരക്കണം തോന്നിയാ ഇറങ്ങി ഓടിപ്പോയി പറയാം ചമ്മന്തി അരക്കാം. ചേച്ചി ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു റൂം കഴിഞ്ഞ് ഇവിടെയും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഇവിടെ ഞാൻ അധികം എന്റെ ബെഡ്റൂം തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സ്ഥലം. പക്ഷെ ഇവിടെ ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഇതുപോലെ മഴ പെയ്യുമ്പോഴൊക്കെ ഒന്ന് ഓടി വരും. ചിലപ്പോ ഓടി കയറി മോളി വന്ന് കുറച്ചു നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു രസമുള്ള സ്ഥലം അല്ലേ. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഒരു വേൾഡ് മൊത്തം തന്നെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കലയാന്ന് മനസ്സിലായില്ല, എനിക്കൊന്നും അറിയില്ല വേറെ കലയല്ലാതെ. അത് അറിയാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ആക്ച്വലി ആർട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. ഈ ആർട്ട് എന്ന് പറയുന്നതും കല എന്ന് പറയുന്നതും വിദ്യ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ.
പഠിപ്പ് വിവരം അത് വേറെയാണ്, കല എന്ന് പറയുന്നത് വേറെ. എനിക്ക് ഇതൊക്കെ അറിയില്ല, എൻ്റെ അപ്പുറമൊന്നും അറിയാൻ ഭയങ്കര പൊട്ടിയാണ്, ശരിക്കും മണ്ടിയാണ് ഞാൻ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കണക്ക് കൂട്ടണമെങ്കിൽ വിരൽ വേണം. 1 2 3 4 5 5 3 8 എണ്ണം, പിന്നെ ഇവിടെ എണ്ണണം. അത്ര മോശം മാത്സിലൊക്കെ. പക്ഷെ ഈ ആർട്ട് എന്ന് പറയുന്നത് ഇത്രയും ഞാൻ ഈ എക്സ്പ്ലോർ ചെയ്തതിൽ ഏതൊരു എൻഡിലാണെങ്കിലും നമ്മൾ അവിടെ ഒരു ആർട്ട് ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു കഴിവാണ് ചേച്ചി. എനിക്ക് അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇനി ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെ, ഇപ്പൊ ഊർമിള ചേച്ചിനെ പറ്റി ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ആർട്ടിന്റെ കാര്യമാണെങ്കിലും ചിത്രം വരയ്ക്കും, റൈറ്റ് ചെയ്യും, ഓൺട്രപ്രണർ ആണ്. അതുപോലെ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ചേച്ചി ഒരു ട്രാവലർ കൂടിയാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെ. ഈ അടുത്ത് കാശിക്ക് പോയിട്ട് വന്നു. അതെ, ഇപ്പോഴാണ് യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ വയ്യ. കുറച്ച് പണ്ടെല്ലാവരും പറയും വേഗം യാത്ര നമുക്ക് അവിടെ പോയാൽ വിടും. ഞാൻ കാശിയൊക്കെ അവിടെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിൽ പോവാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ മുമ്പേ പോവായിരുന്നു. കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്ത് തുടങ്ങി. കുറേ പടികൾ ഇറങ്ങണം, കുറേ കയറണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടി നടന്നേനെ ഇവിടേക്ക് എന്ന് അങ്ങനെ ഒരു വിഷമം തോന്നി തവണ കാശിക്ക് പോയപ്പോൾ. പക്ഷെ കാശി പറയുമ്പോൾ വലിയ ഇതുള്ള സ്ഥലമല്ല. അങ്ങനെ പടവുകളൊക്കെ തന്നെ 10-25 പടിയൊക്കെ ഇറങ്ങിയാൽ മതി ഗംഗയിലേക്ക് ഇറങ്ങണമെങ്കിൽ. അത്രയൊക്കെ മതി, 20 പടി 25 പടി അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ. ഓരോ ഘാട്ടുകളാണല്ലോ അവിടെ, ഹരിചന്ദ്ര ഘാട്ട്, മണികർണിക ഘാട്ടൊക്കെ, അങ്ങനെ എല്ലാ ഘാട്ടുകളും നമ്മൾ പോയി കാണുന്നുണ്ട്. ഒക്കെ മറ്റേ ഇതല്ലേ, കൊച്ചു ബോട്ടിലാണ് പോവുക. അവിടെയാണ് ഈ ഗംഗാരതിയൊക്കെ നടക്കുന്നതും ഒക്കെ. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഗംഗയൊന്നും ഇത്രയും വൃത്തിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. ആരൊക്കെയോ നമ്മളോട് പറഞ്ഞിരുന്നു വൃത്തികേടാണ് അങ്ങനെ എങ്ങനെയാന്ന്. പക്ഷെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഗംഗ നമ്മളെ വിളിക്കും കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അങ്ങോട്ട് എങ്ങോട്ടും പോകണം എന്നൊക്കെ തോന്നും. വീണ്ടും അയ്യോ മിസ് ചെയ്യുന്നു, കാണാൻ ഒന്നുകൂടെ പോവായിരുന്നു അങ്ങനെ തോന്നുന്ന ഒരു സ്ഥലം മറ്റേ ഇതാണെന്ന്. കാശി, ബനാറസ്. ശരിക്കും അതാണ് ശരിക്കും. അത് പോയി വന്നപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലായത് അല്ലേ. എനിക്ക് തോന്നുന്നു ചേച്ചി ഈ അടുത്താന്ന് തോന്നുന്നു ട്രാവലിംഗ് കുറച്ചതാ. ഇപ്പൊ പണ്ട് ഒരുപാട് പോവായിരുന്നു. ഞാനും ഉത്തരയും കൂടിയാണ് കൂടുതലും യാത്രകൾ ചെയ്തിട്ടുള്ളത്. കാരണം ഉത്തരയ്ക്ക് കുറേ ഡാൻസ് പ്രോഗ്രാംസ് വരും. അപ്പോൾ ഫെസ്റ്റിവൽസിനൊക്കെ അപ്ലൈ ചെയ്യും. ഞാനാണ് കേട്ടോ അതിന്റെ പിന്നില്ല. ഉത്തരേക്കാൾ കൂടുതൽ എവിടെ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് ഉത്തരയോട് ഞാൻ പറയണം നമുക്ക് പോവാടാ അപ്ലൈ എന്നൊക്കെ പറയാം. അപ്പോൾ ഉത്തരയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ അപ്ലൈ ചെയ്ത് ഓരോ ഫെസ്റ്റിവൽസിന് പോകും. അങ്ങനെയാണ് ഇന്ത്യ മുഴുവനും നമ്മൾ ഏതാണ്ട് കണ്ടത്, കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഊർമിള ചേച്ചി ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ചലച്ചിത്ര പ്രതിഭ അവാർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അത് കിട്ടിയപ്പോൾ ചേച്ചി തന്നെ ചേച്ചിയുടെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അധികം വർക്ക് ചെയ്തിട്ടില്ല, ക്യാമറയുടെ മുമ്പിലേക്ക് അധികം വന്നിട്ടില്ല. ഞാൻ അധികം എഴുത്തും എൻ്റെ ലോകവുമായിട്ട് ഈ മുറിയും ഒക്കെ ആയിട്ട് കഴിയുമായിരുന്നു. അപ്പോഴാണ് ഉത്തരയുടെ കൂടെ ഡാൻസിൻ്റെ ചിലതിനൊക്കെ പോകാറുണ്ട്. ഡാൻസ് എപ്പോഴും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും പോകാൻ ഇഷ്ടം. അധികവും ഞാൻ എഴുത്തിലൊക്കെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഇങ്ങനെ പ്രതിഭാ പുരസ്കാരം കിട്ടിയത്. അത് വളരെ ഒട്ടും വിചാരിക്കാതെയാണ്. ഞാൻ കമ്മിറ്റിയോട് വിളിച്ച് താങ്ക്സ് പറയുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷമാണ്. അതെ, അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ മൊത്തം ഞാൻ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വീടെന്ന് പറയുന്നൊരു സമാധാനമാണ് അല്ലേ. ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീട് എന്താണ്? എൻ്റെ സ്വർഗമല്ലേ. ആണല്ലേ? അയ്യോ ആണോന്ന്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോള്, എൻ്റെ മരുമോൻ, എൻ്റെ കുഞ്ഞു ദീമയ്ക്കുട്ടി, ഇത് മതിയല്ലോ ലോകം എന്ന് പറയാൻ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് തൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. എപ്പോഴും ജീവിതത്തിൽ തൃപ്തി കണ്ടെത്തുക എന്നുള്ളത് ഞാൻ എപ്പോഴും തോന്നുന്ന ഒരാൾ. നമുക്ക് ഈശ്വര ഇനി അത് കാണണം, ഇത് പോകണം, ഇത് വാങ്ങണം, അങ്ങനെ ഇല്ല. ഈ കിട്ടിയതും ഇതൊക്കെ മതി. ശരിക്കും മതി എന്നുള്ള ഒരു ഇതിൽ വന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ എല്ലാം ബോണസാണ്. ഇനി എന്ത് കിട്ടിയാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാണാത്ത അജന്ത എല്ലാവരും കണ്ടാ കൊള്ളാം, അതും കൂടെ കണ്ടാ കൊള്ളാം, അങ്ങനെയുള്ളൂ. ഒക്കെ ബോണസുകളാണ് ഇനിയുള്ളതൊക്കെ. അതാണ് കൊണ്ട് തന്നെ വളരെ മനസ്സിന് തൃപ്തിയുണ്ട്. ഇത്രയും നമ്മുടെ ഈ കുടുംബവും വളരെ ഹാപ്പിയാണ്. പോലെയൊക്കെ മതി, ഇത്രയൊക്കെ ആയില്ലേ. ഞാൻ പോലും വിചാരിക്കാത്ത കിട്ടി പ്രശസ്തികളൊക്കെ, എല്ലാം ഞാൻ ഒട്ടും വിചാരിക്കാത്തതാണ്. അത് എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ചേച്ചി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹം. അങ്ങനെ തന്നെ പോകട്ടെ ചേച്ചി. ആൻഡ് താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ സ്വർഗം ഞങ്ങളെ കൂടി കാണിച്ചു തന്നതിൽ ഞങ്ങളുടെ പ്രേക്ഷകർ കൂടി കാണാൻ. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇവിടെ എവിടെ വന്നാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. കാരണം ഇതിനു മുമ്പും എൻ്റെ
വശ്യഗന്ധിയും ഒക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ് സുമേഷ്. അത് കാരണം എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഹോം ടൂറിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വീടും എൻ്റെ മുറിയും ഒന്നും ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ തുറന്നു തരികയാണ്. എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു. ഉറപ്പായിട്ടും. താങ്ക് യു ചേച്ചി.